എല്ലാവർക്കും നമസ്കാരം. ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേന വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ് കാണിക്കാൻ പോകുന്നത്. കറിയിലേക്കുള്ള പുളി നമുക്ക് ആദ്യം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുള ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിലേക്കൊക്കെ കുറച്ചൊരു പുളിയോട് കൂടിയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും ഒരു പിടി വേപ്പിലയും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുന്നത് പോലെ തന്നെ വറുത്തെടുക്കുക. സിം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ ഈ ഒരു പൊടികളുടെ ഒക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അത് എന്നിട്ട് അതിൽ തന്നെ വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ആറുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചേന ഇങ്ങനെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്നങ്ങനെ വാട്ടിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങനെ വാട്ടിയെടുത്താൽ മതി, അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നത് വരെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം ചതച്ചെടുത്തത്, കുറേയൊന്നും വേണ്ട കേട്ടോ. ഇഞ്ചി ചെറിയൊരു കഷ്ണം, അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 4 എണ്ണമൊക്കെ ചതച്ചിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം മാത്രം ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വാടി കുഴഞ്ഞു പോകണ്ട. അത് നമ്മൾ അരപ്പ് ചേർക്കാനായിട്ടും കുറച്ച് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തേങ്ങ വറുത്തതുണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പുളി ഉണ്ടല്ലോ, അത് നന്നായി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുത്ത് ചേനയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതങ്ങനെ കിടന്നിട്ട് കറി ഒന്ന് കുറുകി വരുന്നത് വരെ മൂടി വെക്കാം. ഇനി തുറന്ന് നോക്കാം. കറി നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊന്ന് തൂമിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ല കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചേനയൊക്കെ നന്നായി വെന്തിരിക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി നമുക്കതിലേക്ക് തൂമിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കടുകും വേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചേന വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.